ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷബ ടൈലേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതേപോലത്തെ ത്രെഡിൻ്റെ ടസ്സൽ, അത് കുർത്തിയിലൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്ന ടസ്സൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു ചെറിയ ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണമാണ്. പിന്നെ നമുക്ക് ഏത് കളറിലുള്ള ത്രെഡിൻ്റെ ടസ്സലാണോ വേണ്ടത് ആ കളറിലെ ത്രെഡ് എടുക്കുക. അതിനുശേഷം നമ്മൾ ത്രെഡ് എടുത്ത് നമ്മുടെ ആ കാർഡ്ബോർഡ് കഷ്ണത്തിൽ എത്രയും വലുപ്പം വേണോ അത്രയും വലുപ്പത്തിലുള്ള കാർഡ്ബോർഡ് കഷ്ണമാണ് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളിത് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഒരുമിച്ച് പിടിച്ച് നമ്മുടെ കത്രിക വെച്ച് ഇതിൻ്റെ അറ്റം ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. കണ്ടോ? അതിനുശേഷം നമ്മൾ ഈ മുകൾ ഭാഗത്ത് ഒരു കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ അത് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ സാധാരണ നൂലെടുക്കുക, അതിനൊരു 2 പിണി, 2 or 3 പിണി എടുക്കുക, ഇച്ചിരി കട്ടിയിലെടുക്കണം. എന്നിട്ട് ആ മുകൾ ഭാഗം കണ്ടോ, സെൻറ്റർ കണ്ട് ഇതേപോലെ ഒന്ന് കെട്ടി എടുക്കുക. ഇതിന് ശേഷം നമ്മൾ മുകൾ ഭാഗം വീണ്ടും ഒന്നുകൂടി ഒന്ന് കെട്ടിയെടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ പിടിച്ചതിന് ശേഷം കണ്ടോ, ഒരുമിച്ച് അഗ്രഭാഗം പിടിച്ചതിന് ശേഷം നൂല് ഒന്നുകൂടി ചുറ്റി ഒന്ന് കെട്ടിയെടുക്കുക. കണ്ടോ, ഒരുമിച്ച് പിടിച്ച് ഒന്ന് കെട്ടിയെടുക്കുക. ശേഷം നമ്മൾ എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ നൂലെല്ലാം ഒന്ന് കണ്ടിച്ച് കളയുക. ഇനി നമ്മൾ അതിന് ശേഷം ഇതൊന്ന് കോംബ് ചെയ്തെടുക്കണം ചീപ്പ് വെച്ച്. കണ്ടോ, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് കോംബ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അതിൻ്റെ അടിഭാഗം കണ്ടോ, കയറി ഇറങ്ങിയാണ് നിൽക്കുന്നത്. കണ്ടോ, കോംബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം ഒരു ലെവലിനല്ല നിൽക്കുന്നത്. സോ അതൊന്ന് കറക്റ്റ് ആക്കുക. അപ്പം അത് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് നമ്മൾ കുർത്തിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നൂലിൻ്റെ അടിഭാഗത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഏത് ഭാഗത്താണോ വേണ്ടത് അവിടെ നമ്മൾ സൂചി ഒന്ന് ഇതേപോലെ കയറ്റി കൊടുക്കുക. ശേഷം നമ്മുടെ ആ അഗ്രഭാഗം കണ്ടോ, ഈ ഭാഗം നമ്മുടെ മുകൾ ഭാഗത്തിലൂടെ കണ്ടോ ആ ചെറിയ ഹോളിനകത്തൂടെ സൂചി കയറ്റിയിട്ട് വീണ്ടും ഇതൊന്നൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. അവിടെ കണ്ടോ, ആ ഭാഗത്തൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഏത് ബട്ടണാണോ പിടിപ്പിക്കുന്നത് കണ്ടോ, ആ ബട്ടൺ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സൂചി തിരിച്ച് അതേ ഹോളിലൂടെ തന്നെ തിരിച്ച് വെളിയിലേക്ക് ഇറക്കുക. കണ്ടോ, എന്നിട്ട് ഇനി നമ്മൾ ആ ബട്ടൺ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ബട്ടൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതിപ്പോൾ 2 ഹോളുള്ള ബട്ടണാണ്. 4 ഹോളുള്ള ബട്ടണും നിങ്ങൾക്കിതിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ബട്ടൺ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ബാക്ക് വശത്ത് നിന്നിട്ട് ഇതേപോലെ ഒരു ചെറിയ കെട്ടിട്ട് കൊടുക്കുക, അത് ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് കണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഇങ്ങനെ ഒരു ടസൽ നമ്മുടെ കുർത്തിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.